Hi all, ഇന്ന് നമുക്ക് സെലക്ഷൻ ടൂളിന്റെ ലാസ്റ്റ് ടൂളുകൾ പഠിക്കാം. അതിനകത്ത് വരുന്ന ലാസ്റ്റ് ടൂളുകൾ എന്ന് പറയുന്നത് ക്രോപ്പ് ടൂൾ, പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ, സ്ലൈസ് ടൂൾ ആൻഡ് സ്ലൈസ് സെലക്ട് ടൂൾ. ഇങ്ങനെ 4 ടൂളുകളാണ് ഇനി നമുക്ക് സെലക്ഷൻ ടൂളിൽ പഠിക്കാനുള്ളത്. സോ അതിനകത്തെ ഫസ്റ്റ് ടൂൾ നമുക്ക് നോക്കാം. ഏതാണ്? ക്രോപ്പ് ടൂൾ. അതിന്റെ ഷോർട്ട് കട്ട് ഏതാണ്? സി ആണ് ഇതിന്റെ ഷോർട്ട് കട്ട് വരുന്നത്. ഓക്കെ, ക്രോപ്പ് ടൂൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ക്രോപ്പ് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ റീസൈസിങ് ആൻ ഇമേജ്. അതായത് ഒരു ഇമേജിനെ റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഈ ക്രോപ്പ് എന്നുള്ളൊരു കമാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കും. കാരണം ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആർക്കും ക്രോപ്പ് ടൂൾ വളരെ വേഗത്തിൽ മനസ്സിലാവും. കാരണം ഒരു ഫോട്ടോ എടുത്ത ശേഷം നമുക്കതിനെ ക്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ? നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ ഇമേജിനെ നമുക്ക് റീസൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ, അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകളിൽ നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ഓപ്ഷൻ എന്താണ്? കുറെ ഓപ്ഷനുകളിൽ ഒന്നാണ് എന്ത്? ക്രോപ്പ് എന്ന് പറയുന്നത്, അല്ലെ? ക്രോപ്പ് മീൻസ് നമുക്കതിനെ റീസൈസ് ചെയ്യുക എന്നാണ്. സോ നമുക്ക് ക്രോപ്പ് ടൂൾ ഒന്ന് ചെയ്ത് നോക്കാം. ക്രോപ്പ് ടൂൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇമേജ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ടൂൾ ബോക്സിൽ ക്രോപ്പ് ടൂൾ എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഏത് യൂസ് ചെയ്യുക? സി എന്നുള്ള കമാൻഡ് നിങ്ങൾ യൂസ് ചെയ്യുക. സോ ഞാൻ ക്രോപ്പ് ടൂൾ എടുത്തു. ക്രോപ്പ് ടൂൾ എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അതായത് നമ്മുടെ ഇമേജിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ ഏരിയ മാത്രം എന്ത് ചെയ്യുക? ഈ ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. സോ ഞാനിപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൺട്രോളുകൾ കിട്ടും. ഈ കൺട്രോളുകളൊക്കെയും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ ക്രോപ്പ് ഏരിയയുടെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ നോക്കുക, നിങ്ങൾക്ക് ഇതിന്റെ ഹൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ ക്രോപ്പ് ചെയ്ത റീജിയന്റെ കുറച്ചുകൂടെ ഹൈറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ കാണുന്ന സെന്റർ മാർക്ക് ഉണ്ടോ? ഈ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം? മുകളിലേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പം ആ ഒരു ഹൈറ്റ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ആഡ് ആയി കിട്ടും. അതുപോലെ തന്നെ വിഡ്ത് വൈസ് ആയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടോ? വിഡ്ത് നമുക്ക് കൂട്ടാം. രണ്ട് സൈഡിൽ നമുക്ക് വിഡ്ത് ചേഞ്ച് ചെയ്യാം. അതുപോലെ താഴെ നമുക്ക് ഹൈറ്റ് ചേഞ്ച് ചെയ്യാം. സോ അതുപോലെ തന്നെ നമുക്ക് ഈ 4 കോർണറിൽ നമുക്ക് 4 മാർക്കേഴ്സ് വന്നിട്ട്, സോ ആ മാർക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ക്രോപ്പ് റീജിയന്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ഈ കോർണറിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ആ റീജിയൻ മൊത്തോടെ വലുതാകുന്നുണ്ട്. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും കൺട്രോളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ ക്രോപ്പ് ടൂൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും കൺട്രോളുകൾ ഇവിടെ കിട്ടുന്നതാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ആ ക്രോപ്പ് റീജിയനെ നമുക്കൊന്ന് റീസൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഇത്ര ഏരിയ ഇവിടെ ക്രോപ്പ് ടൂൾ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഫിനിഷ് ചെയ്യണ്ടേ? നമുക്ക് ക്രോപ്പ് ചെയ്ത് ഓക്കെ ആണ്. ഇനി നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ജസ്റ്റ് കീബോർഡിലെ എൻ്റർ കീ എന്ത് ചെയ്യാം? പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഇമേജ് ഇത്രയും സൈസിലേക്ക് ചെറുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്രോപ്പ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് കൺട്രോൾ ഇസിറ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. കൺട്രോൾ ഇസിറ്റ് മീൻസ് അൺഡു ഒന്ന് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്രോപ്പ് ടൂള് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ക്രോപ്പ് ടൂളിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ഒന്നാണ് എന്ത്? പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂള്. സോ നമുക്ക് എന്താണ് ഒരു പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ എന്നൊക്കെ പറയുന്നത്? അതായത് ലെങ്തി ആയിട്ടുള്ള ഒരു വാള്, ഒരു ഭിത്തി ഉണ്ടെന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു മതിലുണ്ടെന്ന് നോക്കിയാൽ, ആ മതിലിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും അങ്ങേറ്റം അത് ഡിസ്റ്റോർട്ടായി വന്നാണ്, മീൻസ് ചെറുതായി വന്നാണ്, അല്ലെ? അതാണ് എന്ത്? പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെ? സോ അങ്ങനെയുള്ള പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻസ് വരുന്ന ഇമേജുകളിലെ ആ ഒരു പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻസ് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂള് യൂസ് ചെയ്യുന്നത്. അതായത് ടു റിമൂവ് പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ ഫ്രം ആൻ ഇമേജ്. അതായത് ഒരു ഇമേജിൽ നിന്ന് പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ് കാണിച്ചു തരാം. അതിനൊരു പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ ഉള്ളതാണ്. സോ ഇവിടെ നോക്കുക, ഇത് കണ്ടോ? ഇതൊരു പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ അല്ലേ? മീൻസ് അതായത് ആ ഒരു ബിൽഡിങ്ങിന്റെ താഴെ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുത്തേക്കുന്നത്. സോ അതൊരു എപ്പോഴും ഒരു പെർസ്പെക്റ്റീവ് വ്യൂവിലായിരിക്കും നമ്മളത് കാണുന്നത്. സോ ഈ ഒരു ഡിസ്റ്റോർഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരിധി വരെയും നമുക്ക് ഈ പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന്റെ ഷോർട്ട് കട്ട് എന്ത് തന്നെയാണ്? സി തന്നെയാണ് ഒരു പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂളിന്റെ ഷോർട്ട് കട്ട്. സോ ഞാൻ കാണിച്ചു തരാം. ക്രോപ്പ് ടൂൾ യൂസ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾ ഏരിയ സെലക്ട് ചെയ്യുക, അല്ലെ? നമുക്കൊരു ഡിസ്റ്റോർഷൻ റിമൂവ് ചെയ്യേണ്ട അത്ര ഏരിയ എന്ത് ചെയ്യുക? ഈ പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, നമുക്ക് ഓരോ കോർണറിലെയും പോയിന്റിനെ ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ?
ഈ താഴത്തെ രണ്ട് കോർണറിനെ ഞാൻ സെപ്പറേറ്റ് മാറ്റിയിരിക്കുന്നുണ്ടോ? ഈ ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, അല്ലാതെ ഈ കോർണറോ ഒന്നും വ്യത്യാസം വരുന്നില്ല. സോ നമുക്ക് പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ വെച്ച് ഒരു ക്രോപ്പ് റീജിയൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ 4 കോർണറിലും 4 ഇൻഡിവിജ്വൽ പോയിന്റുകൾ കിട്ടും. ആ 4 ഇൻഡിവിജ്വൽ പോയിന്റുകളെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ നോക്കുക, ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്തു. ദെൻ ഓക്കെ, അതിനുശേഷം ഞാനിത് സെലക്ട് ചെയ്തു. ഇവിടെ അതുപോലെ തന്നെ ഇത് സെയിം. അതിൻ്റെ ഗ്രിഡുകൾ നോക്കുക കേട്ടോ, ഗ്രിഡുകൾ നോക്കി കഴിയുമ്പോൾ കറക്റ്റ് ആണെന്ന് അറിയാൻ പറ്റും. സോ ഇതുപോലെ ഞാൻ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അതേ പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷനിൽ ഞാൻ അതിൻ്റെ റീജിയനും ആക്കി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുകയാണ്. അതുകൊണ്ടോ ഇതുപോലെ ഇപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. സോ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ വിഡ്ത്തിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊരു ബേസിക് മെത്തേഡാണ്. ഞാൻ ഇതിൻ്റെ അഡ്വാൻസ് മെത്തേഡ് നിങ്ങൾക്ക് അഡ്വാൻസ് സിലബസിനകത്ത് പറയുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ എയിം. ഓക്കെ, സോ അപ്പോൾ പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ എന്ന് വെച്ചാൽ അത്രയും ഉള്ളൂ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അൺഡു ചെയ്യുവാണ്. അൺഡു ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ആ ഏരിയ സെലക്ട് ചെയ്യുകയാണ്. നോക്കുക കേട്ടോ, പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ എടുക്കുന്നു, ഇത്ര ഏരിയ ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ 4 കോർണറിനെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അതേ പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ ഷേപ്പിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എന്ത്, പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളതിനെ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി കിട്ടും എന്ന് പറയാൻ കാരണം, ഞാൻ ഇവിടെ പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, വെച്ചാൽ ഇത് നല്ല ടോൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് അല്ലേ. ഈ ടോൾ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിനെ ഞാൻ പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ വെച്ചിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിന് ഭയങ്കര വിഡ്ത്തുള്ള പോലെ തോന്നും. അതായത് ഒട്ടും ടോൾ അല്ല, ഒട്ടും ഹൈറ്റ് ഇല്ലാത്ത ഒരു ബിൽഡിംഗ് പോലെ നമുക്ക് തോന്നും അല്ലേ. ഇത് കണ്ടോ. സോ ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ കറക്റ്റ് ആയിട്ടല്ല ചെയ്തത്, ഞാൻ കുറച്ച് പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റോർഷൻ മൊത്തത്തിൽ പോകാത്തത്. നിങ്ങൾക്കതിനെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ട്രാൻസ്ഫോം ടൂള് കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ആ ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ആ ബിൽഡിങ്ങിൻ്റെ ഒരു ആക്ച്വൽ പോർഷനിലേക്ക് വരും. സോ ഇതാണ് എന്ത്, പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ ചെയ്ത സ്റ്റെപ്പുകളൊന്നും തന്നെ നിങ്ങളിപ്പോൾ നോക്കണ്ട, കാരണം ഇതെല്ലാം അതാത് ടൂളുകൾ പഠിപ്പിക്കുമ്പോൾ വരുന്നുണ്ട്. ആ സമയത്തൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ ലെയറിനെ മാറ്റി ട്രാൻസ്ഫോം ടൂൾ എടുത്ത് യൂസ് ചെയ്ത് കാണിച്ചു തന്നത്. സോ പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഔട്ട്പുട്ട് കിട്ടും എന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൂളിലേക്ക് പോകാം. അടുത്ത ടൂൾ എന്ന് പറഞ്ഞാൽ ഏതാണ്, സ്ലൈസ് ടൂൾ ആണ്. ഓക്കെ, സോ സ്ലൈസ് ടൂൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടു സ്ലൈസ് അവർ ഇമേജ് ഇൻ ടു ഡിഫറെന്റ് പാർട്സ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വെബ് ഡിസൈനിങ് വർക്ക്. അതായത് നമ്മൾ ഒരു ഇമേജിനെ പല പാർട്ടുകളായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. സ്ലൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സ്ലൈസ് എന്നുള്ളത് അല്ലേ. ഇപ്പൊ നമ്മളൊരു കേക്കൊക്കെ ആണെങ്കിൽ അതിനെ സ്ലൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അതിനെ കുറെ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ സെയിം മെത്തേഡ് തന്നെയാണ് സ്ലൈസ് ടൂളിനും ഉള്ളത്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈനെ നമുക്ക് പല പല പാർട്ടുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്ലൈസ് ടൂൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ സ്ലൈസ് ടൂളിന്റെ ഷോർട്ട് കട്ട് എന്ത് തന്നെയാണ്, സി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലൈസ് ടൂൾ എടുക്കുക, 1 by 1 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ഏരിയ 1 by 1 ആയിട്ട് സെലക്ട് ചെയ്യുക. ഇതുപോലെ കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി കേട്ടോ. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെബ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഇതിനകത്ത് അതിൻ്റെ വെബ്സൈറ്റിന്റെ ഇന്റർഫേസ് ഡിസൈന് കാര്യങ്ങളെല്ലാം നമ്മൾ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, സ്ലൈസ് ചെയ്ത് വെബിലേക്ക് സേവ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. വെബ് ഡിസൈനിങ് എന്ന് പറഞ്ഞ സിലബസിനകത്ത് നിങ്ങൾ ഇതെല്ലാം പഠിക്കും കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് സ്ലൈസ് ടൂൾ യൂസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ആ സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ഇത് മനസ്സിലാവും. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്, ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത് ആൻഡ് 9th അല്ലെ. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. സ്ലൈസ് ടൂൾ എന്ന് പറയുന്നത് എന്തിനാണ്, നമ്മൾ ഒരു ഇമേജിനെ പല പാർട്ടുകളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്ലൈസ് ടൂൾ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അതായത് നമ്മുടെ ഏതാണ് ക്രോപ്പ് ടൂൾ പോലെ തന്നെ, വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അടുത്ത ടൂളിലേക്ക് പോകാം. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ഏതാണ്, സ്ലൈസ് സെലക്ട് ടൂൾ ആണ്. സോ സ്ലൈസ് സെലക്ട് ടൂൾ എന്തായിരിക്കും, ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, നമ്മൾ സ്ലൈസ് ചെയ്ത റീജിയൻ സെലക്ട് ചെയ്യാൻ. സോ ഇതുണ്ട്, നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, നമുക്ക് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതുണ്ട്, ഒരു റീജിയൻ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അതിന് വേണ്ടി എന്ത് യൂസ് ചെയ്താൽ മതി, സ്ലൈസ് സെലക്ട് ടൂൾ യൂസ് ചെയ്താൽ മതി. സോ ആ സ്ലൈസ് സെലക്ട് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഏരിയ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഏരിയയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്താൽ മതി. ഇതുണ്ടോ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു യെല്ലോ ഗോൾഡൻ ലൈൻ വരും. ദെൻ ആ ടൂൾ തന്നെ വെച്ച് എന്ത് ചെയ്യുക, അതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈസ് ഏരിയ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഏത് ടൂൾ വെച്ച്? സ്ലൈസ് സെലക്ട് ടൂൾ വെച്ച്. ഷോർട്ട് കട്ട് എന്താണ്? സി ആണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്രോപ്പ് ടൂളിന്റെ ആ ഒരു ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ വർക്ക് ചെയ്യണം. സോ നമുക്കിനി പ്രാക്ടിക്കൽ വർക്കിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് സെക്ഷനിലേക്ക് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ 2 ഇമേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് 2 ടൂളാണ് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അതായത് ക്രോപ്പ് ആൻഡ് പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂളാണ്. ഇത് രണ്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഈ ഒരു ഇമേജ് ഉണ്ട്. ഈ ഇമേജിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച് ഇതിനകത്ത് 2 പോർഷൻസ് നിങ്ങൾ ക്രോപ്പ് ചെയ്ത് സെപ്പറേറ്റ് ഇമേജ് ആക്കണം. അതായത് ഒന്ന് ഇതിന്റെ ടൈറ്റിൽ, അതായത് ഇതിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ് ആണ് ഇതിന്റെ ടൈറ്റിൽ. സോ ഈ ടൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രോപ്പ് ചെയ്യുക, ഇമേജ് ആക്കുക. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അൺഡു ചെയ്യുക. ഈ ഒരു ഏരിയ ഉണ്ടോ, മീൻസ് ആ ഒരു ഹെലികോപ്റ്ററും അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന ആ ഒരു വെഹിക്കിൾസും. സോ അത്ര ഏരിയ സെലക്ട് ചെയ്യുക, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രോപ്പ് ചെയ്യുക. ഈ ഒരു 2 പോർഷൻ ആയിട്ട് ഇമേജിനെ എന്ത് ചെയ്യണം? നിങ്ങൾ ക്രോപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 ഇമേജ് തരുന്നുണ്ട്. അതായത് സെയിം ഒരു ഇമേജിന്റെ തന്നെ കോപ്പി നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഒരു ഇമേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടൈറ്റിൽ ക്രോപ്പ് ചെയ്യുക. അടുത്ത ഇമേജ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇതിന്റെ ബാക്കി വെഹിക്കിൾസും ആ ഒരു ഹെലികോപ്റ്റർ ഉള്ള ഏരിയ ക്രോപ്പ് ചെയ്യുക. സോ ഇങ്ങനെ 2 ഏരിയ ആയിട്ട് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രോപ്പ് ചെയ്യണം. സോ ക്രോപ്പ് ടൂൾ യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇമേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇതിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും അടുത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ ഈ ഇമേജിൽ നിന്ന് ഈ ടൈറ്റിൽ മാത്രം നമുക്ക് എടുക്കണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ക്രോപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊരു പ്രാക്ടീസ് വർക്ക് തരുന്നത്. ഈ ഒരു ഇമേജിനകത്തുള്ള പെർസ്പെക്റ്റീവ് ഡിസ്റ്റോർഷൻ നിങ്ങൾ റിമൂവ് ചെയ്യണം പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂൾ ഉപയോഗിച്ച്. സോ അത് ഞാനൊന്ന് കാണിച്ചു തന്നതാണ്. ടൂൾ എടുത്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ക്രോപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുക. സോ ഇങ്ങനെ 2 ഇമേജ് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി ഞാൻ തരുന്നുണ്ട്. ഇതിന്റെ ഒരു കോപ്പിയും കൂടെ ഉണ്ടാവും. സോ ഇതിനകത്ത് നിങ്ങൾ ചെയ്ത് പിടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് എടുക്കുക, ക്രോപ്പ് ചെയ്യുക. ഓക്കെ, ഈ ക്രോപ്പ് ടൂളും പെർസ്പെക്റ്റീവ് ക്രോപ്പ് ടൂളും നിങ്ങൾ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. സോ താങ്ക് യു.